ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ ഉത്സവങ്ങൾ ആഘോഷമാക്കാനും ഖാദി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ നാരീശക്തി സമസ്ത മേഖലകളിലും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ 100 വർഷങ്ങൾ ദേശസേവനത്തിൽ അധിഷ്ഠിതമെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുജനങ്ങൾക്ക് കേരള മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്നതിനുള്ള മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അന്വേഷണം ആരംഭിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നവരാത്രി സ്ത്രീശക്തിയുടെ ആഘോഷം കൂടിയാണെന്ന് പ്രധാനമന്ത്രി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 126 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, ശാസ്ത്രം, കായികം, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും രാജ്യത്തെ പെൺമക്കൾ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നാവിക സാഗർ പരിക്രമ ദൌത്യത്തിൽ 8 മാസം ലോകം ചുറ്റിയ ഇന്ത്യൻ നാവികസേനയിലെ 2 ധീര വനിതാ ഉദ്യോഗസ്ഥരെ ശ്രീ മോദി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. കോഴിക്കോട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന, തമിഴ്നാട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എന്നിവരുമായി അദ്ദേഹം സംവദിച്ചു. अच्छा, सबसे पहले तो देशवासी सुनना चाहते हैं आप दोनों के बारे में, आप जरा बताइए. सर, मैं लेफ्टिनेंट कमांडर दिलना हूं और मैं इंडियन नेवी में लॉजिस्टिक्स कैडर से हूं सर. मैं नेवी में 2014 में कमीशन हुई थी सर और मैं केरला में कोഴിക്കോട് से हूं. अच्छा दिलना और रूपा, आपसे मैं जानना चाहूंगा कि आपकी जो सागर परिक्रमा में आपका एक्सपीरियंस देश सुनना चाहता है और मैं पक्का मानता हूँ ये कोई सरल काम नहीं है. कई कठिनाइयां आई होगी, बहुत मुश्किलें आपको पार करनी पड़ी होगी. जी सर, मैं आपको ये बोलना चाहती हूँ कि लाइफ में सर एक बार हमें ऐसा मौका मिलता है जो हमारी जिंदगी बदल देती है सर. और ये सर्कम नेविगेशन वो हमारे लिए ऐसी एक अपॉर्चुनिटी थी जो इंडियन नेवी और इंडियन गवर्नमेंट ने हमें दिया है. और इस एक्सपेडिशन में हम लगभग 47,500 किलोमीटर सेल किया सर. ഒരു പായ്വഞ്ചിയിൽ ലോകത്തിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരും ലോകത്തിലെ ആദ്യത്തെ വ്യക്തികളുമായി മാറിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽനയും രൂപയും. വരാനിരിക്കുന്ന ഉത്സവകാലം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഘോഷിക്കാനും വോക്കൽ ഫോർ ലോക്കൽ മന്ത്രമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. GST സമ്പാദ്യോത്സവവും നടക്കുന്നുണ്ടെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ദൃഢനിശ്ചയം എടുക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് കരകൌശല വിദഗ്ധരുടെ കഠിനാധ്വാനത്തിന് ആദരവാണെന്നും സംരംഭകന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. वोकल फॉर लोकल को खरीदारी का मंत्र बना दीजिए, ठान लीजिए. हमेशा के लिए जो देश में तैयार हुआ है वही खरीदेंगे. जिसे देश के लोगों ने बनाया है वही घर ले जाएंगे. जिसमें देश के किसी नागरिक की मेहनत है उसी सामान का उपयोग करेंगे. जब हम ऐसा करते हैं तो हम सिर्फ कोई सामान नहीं खरीदते, हम किसी परिवार की उम्मीद घर लाते हैं, किसी कारीगर की मेहनत को सम्मान देते हैं, किसी युवा उद्यमी के सपनों को पंख देते हैं. വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിതമായതിന്റെ 100 വർഷം അടയാളപ്പെടുത്തുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപാദിച്ചു. 1 നൂറ്റാണ്ടായി ഈ പ്രസ്ഥാനം അക്ഷീണം ദേശസേവനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ആദ്യം സഹായഹസ്തവുമായി എത്തുന്നത് ഇതിലെ വോളണ്ടിയർമാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ഖാദിയുടെ ഉപയോഗം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഉത്സവകാലത്ത് ശുചിത്വം വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ തെരുവുകളിലും അയൽപക്കങ്ങളിലും വിപണികളിലും ഗ്രാമങ്ങളിലും വ്യാപിപ്പിക്കണമെന്നും ശ്രീ മോദി ഊന്നി പറഞ്ഞു. വ്യത്യസ്തമായ നിലപാടുകളെ സ്വാഗതം ചെയ്യുകയാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള രാജ്ഭവൻ പുറത്തിറക്കുന്ന രാജഹംസ് മാസികയുടെ ഔദ്യോഗിക പ്രകാശനം രാജ്ഭവനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാസികയുടെ ആദ്യ പതിപ്പ് ശശി തരൂർ MP നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. രാജ്ഭവനുകളെ ലോക് ഭവനുകളാക്കുക എന്നുള്ളതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് രാജ്ഹംസ് മാസിക എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിപ്രായപ്പെട്ടു.
പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് സംവദിക്കുന്നതിനായുള്ള മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും. വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 1800-425-6789 എന്ന ടോൾ ഫ്രീ നമ്പരിൽ വിളിച്ച് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രി കഴകം സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അടിയന്തര സഹായമായി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. തമിഴക വെട്രി കഴകം സ്ഥാപകൻ വിജയ് മരിച്ചവരുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപയുടെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എല്ലാ ചികിത്സാ ചെലവുകളും വഹിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതിനിടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീശനെ തമിഴ്നാട് സർക്കാർ നിയോഗിച്ചു. അതേസമയം മരണസംഖ്യ 40 ഉയർന്നു. 81 പേർ നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ PM ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കിയതും അതുവഴി ജനങ്ങളുടെ സമ്പാദ്യം ഉയർത്തിയതും സംബന്ധിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ വളർച്ചാഗാഥയുടെ അടിസ്ഥാനശിലയായിരുന്നു സാമ്പത്തിക ഉൾച്ചേർക്കൽ. അതുതന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയും. 2014 അധികാരമേറ്റ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യകാല മുൻഗണനാ പദ്ധതികളിൽ ഒന്നായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുക എന്നത് മാത്രമല്ല, സാമ്പത്തിക ശാക്തീകരണത്തിന്റെ സുപ്രധാന ഉപാധി കൂടിയായിരുന്നു അത്. जनधन अकाउंट जब खोले गए ना, वो सिर्फ बैंक का अकाउंट था ऐसा नहीं है. उसे एक स्वाभिमान मिला था कि बैंक के दरवाजे मेरे लिए भी खुलते हैं. मैं भी बैंक के दरवाजे में जाकर के टेबल पे हाथ रख करके बात कर सकता हूँ. ये विश्वास हमने जगाया है. പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെ ഭാഗമായി കാർഷിക മേഖലയിൽ മഖാന ഉപയോഗിച്ചുള്ള ലഘുഭക്ഷണങ്ങളുടെ GST നിരക്കുകൾ 12% നിന്ന് 5%ആയാണ് കേന്ദ്ര സർക്കാർ കുറച്ചത്. ഈ കുറവ് ആഭ്യന്തര ആഗോള വിപണികളിൽ ഉൽപ്പന്നത്തെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. ആകാശവാണി പ്രതിനിധി M. സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 4ലും തോൽപ്പിച്ച ടീമിനെ തന്നെ ഫൈനലിൽ എതിരിടുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാണ്. പാകിസ്ഥാനാകട്ടെ 2 തോൽവികൾക്കുള്ള മറുപടി നൽകാനാണ് ഈ കലാശ പോരാട്ടത്തിലൂടെ ശ്രമിക്കുക. തോൽവി അറിയാതെയാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യയുടെ മുന്നേറ്റം. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ ഫോം ഇന്ത്യയുടെ ഏറ്റവും അനുകൂല ഘടകമായി കാണാം. ഒപ്പം സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡെ, ശിവം ദുബെ എന്നിവർ നിലയുറപ്പിച്ചാൽ പിന്നെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകില്ല. ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരുടെ ബൌളിംഗ് നിരയും പ്രതീക്ഷ നൽകുന്നു. പാകിസ്ഥാൻ പേസർ ഷഹീൻ അഫ്രീദിയുടെ കൃത്യതയാർന്ന പന്തുകൾ ഏത് ബാറ്റർക്കും കടുത്ത വെല്ലുവിളിയാണ്. BCCIയുടെ പുതിയ അധ്യക്ഷനായി ഡൽഹി ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മിഥുൻ മൻഹാസിനെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന്റെ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ ഉത്സവങ്ങൾ ആഘോഷമാക്കാനും ഖാദി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ നാരീശക്തി സമസ്ത മേഖലകളിലും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ 100 വർഷങ്ങൾ ദേശസേവനത്തിൽ അധിഷ്ഠിതമെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുജനങ്ങൾക്ക് കേരള മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്നതിനുള്ള മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. അന്വേഷണം ആരംഭിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.